everyone, Ramazana Makley, welcome back to our English class. So, in the thief story, the read a very important term 1 according to the term 1 syllabus namake 2 pradhanapetta chapter ആണ് ഇത് the thief story എന്ന് പറയുന്നത് അല്ലേ. സോ വളരെ വ്യത്യസ്തനായ ഒരു ബാലനെ അല്ല വളരെ വ്യത്യസ്തനായ ഒരു കള്ളനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ കണ്ടിട്ടുണ്ട്. സോ അതിൽ ഇത്തിരി എന്താ പറയുക കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ലെറ്റ്സ് go through the summary of the story, then we will discuss some question answers. Okay, നോക്ക് the thief story is written by ആരാണടാ നമുക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള റസ്കിൻ ബോണ്ട് ആണല്ലേ. is much more than just a tale of a thief. സാധാരണ നമ്മൾ വായിക്കുന്ന ഉടായ്പ കള്ളന്മാരുടെ കഥയൊന്നുമല്ല, ഒരു ക്രൈം സ്റ്റോറി ഒന്നുമല്ല എന്ത് the thief stories എന്ന് പറയുന്ന ഈ ഒരു കഥ. The narrative focuses on fundamental human connections and ideals. A robber will find it similar to burgle a man who is greedy. Even a robber finds it challenging to burglarize a thoughtless and trustworthy individual. സാധാരണ എന്താ പറയുക ഈ കള്ളൻ എന്താണ് മോഷ്ടിക്കുമ്പോൾ ആ മോഷ്ടിക്കപ്പെടുന്ന വ്യക്തിയുടെ എന്താ പറയുക ഇമോഷൻസ് ഒക്കെ പറയുന്നുണ്ടല്ലേ. അത്യാഗ്രഹിയായിട്ടുള്ള ഒരാളെന്തല്ല മോഷ്ടിക്കാൻ ഒട്ടും എന്തല്ല ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കുക, even a robber finds it challenging to burglarize a thoughtless and trustworthy individual. ഏറ്റവും നമ്മളെ വിശ്വസിക്കുന്ന ആളെ എന്താണ് പറ്റിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുതൽ മോഷ്ടിക്കാൻ എന്താണ് എന്താ പറയാ യെസ് എന്താ പറയാ to rob him to rob the person who is എന്താണ് who is trustworthy to us അല്ലെങ്കിൽ who is very attached to us. that is എന്താണ് നമ്മുടെ അനിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ തീവ് പറയുന്നുണ്ട് എന്താണ് വളരെ എന്താ ബുദ്ധിമുട്ടാണെന്നല്ലേ. ഇവിടെ നോക്ക് നിങ്ങൾ a 15-year-old burglar is the subject of the tale. നമ്മുടെ കഥയിൽ ആരാണ് നായകൻ? നമ്മുടെ ഹരിയാണ്. ഹരിക്ക് വെറും എന്തെയുള്ളൂ 15 വയസ്സിൽ കുറഞ്ഞിട്ടില്ല. 15 വയസ്സുള്ള ഒരാളാണിത് നമ്മുടെ നായകൻ ഹരി അല്ലേ. To avoid the police and his previous jobs he used to alter his name once a month. മാസത്തിൽ ഒരു പേരാണ്. എന്തിനാണ്? പോലീസുകാരൊന്നും എന്ത് ചെയ്യരുത് പിടിക്കരുത് അല്ലെ, സുഖമായിട്ട് എന്ത് ചെയ്യണം അങ്ങനെ മോഷ്ടിച്ചങ്ങ് പോകണം. He referred to himself as Hari Singh this time. Anil, the second character in the narrative, is a 25-year-old author. One day, the thief runs into and begs if he may work for him. Anil becomes friends with this young boy. He works for Anil, who has complete faith in him. അങ്ങനെ ഒരു ദിവസം എന്താണ് അപ്രതീക്ഷിതമായിട്ട് ട്രെയിനിൽ നിന്നും നമ്മുടെ അനിലിനെ കാണാണ് ഹരി. അനിൽ എന്ത് ചെയ്യുന്നു? ഹരി എന്ത് ചെയ്യാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഭക്ഷണമൊക്കെ പാകം ചെയ്ത് തരാം, അല്ല പാകം ചെയ്ത് തന്നാൽ മതി, എന്താണ് വേറൊരു ജോലിയും ചെയ്യേണ്ട, യു ക്യാൻ എന്താണ് ഹാവ് ഫുഡ് ഫ്രം മൈ ഹോം, ഐ കനോട്ട് പേ യു, നിനക്ക് പൈസ ഒന്നും തരാൻ പറ്റൂലോ. ഹരി എന്താ ഓക്കെ അത് പറഞ്ഞു. പക്ഷെ എന്താണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കറിയാം അവിടെ എന്താ സംഭവിക്കുന്നുള്ളത്. ഹരിയും അനിലും എന്താണ് രണ്ടുപേരും ക്ലോസ് ആവാണ് അല്ലെ. നമ്മുടെ അനിൽ എന്ത് ചെയ്തു? ഹരി എന്ത് ചെയ്യാണ്? ഹി ബിഗാൻ ടു ടീച്ച് ഹിം. ഹി ടോട്ട് ഹിം ഹൗ ടു റൈറ്റ് ഹിസ് നെയിം അല്ലെ. എന്താണ് എങ്ങനെയാണ് അവന്റെ പേര് എഴുതുക എന്നൊക്കെ എന്ത് ചെയ്തു അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് വൺ നോക്കുക. ദ ടെയിൽ റിവീൽസ് ഹൗ ദ റോബർ ട്രിക്ഡ് അനിൽ ബൈ കമ്മിറ്റിംഗ് ഫ്രോഡ് ബിഫോർ ബാക്കിംഗ് ഔട്ട്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഈ ഒരു കഥയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ശരിക്കും നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് ആ ആളുടെ ക്യാരക്ടറിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ് ഹരി എന്ന് പറയുന്ന ആ ഒരു ആള് ആ മോഷ്ടിച്ചുകൊണ്ടിരുന്ന അവൻ എന്ത് ചെയ്യാണ് മോഷണം എന്ന് പറയുന്ന കാര്യം വിട്ട് ഒരു നല്ലൊരു ലൈഫിലേക്ക് തിരിച്ചു വരാണ് ഹരി. അതാണ് റസ്കിൻ ബോണ്ടിന്റെ ദ തീഫ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു കഥ. അപ്പൊ അവിടെ നമ്മൾ സിൻസിയറിറ്റി നമ്മൾ ഒരാളോട് കാണിക്കുന്ന ഒരു സ്നേഹം, ഒരു ബഹുമാനം, ഇതിനൊക്കെ എന്തുണ്ട് ഒത്തിരി കാര്യങ്ങൾ തിരിച്ചും എന്താണ് ലഭിക്കും എന്നുള്ളൊരു വലിയൊരു എന്താ പറയാ മോറൽ അല്ലെങ്കിൽ വലിയൊരു തീം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ പാഠത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ സമ്മറി ഓഫ് ദ ചാപ്റ്റർ. ഇവിടെ നോക്കൂ, we have 3 questions here. Was Hari successful in robbing Anil? Was Anil the only one who was robbed, or did Hari rob himself of something? 3 question ഇവിടെ തന്നിട്ടുണ്ട്. Was Hari successful in robbing Anil? അനിലിനെ മോഷ്ടിക്കാൻ അല്ലെങ്കിൽ അനിലിന്റെ പൈസ മോഷ്ടിക്കുന്ന ഹരി സക്സസ്ഫുൾ ആയിരുന്നു. Was Anil the only one who was robbed, or did Hari rob himself of something? ആരാണ്? അനിൽ മാത്രമായിരുന്നു എന്ത് ഹരി മോഷ്ടിച്ച ഒരാള് ആണോ എന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. ഇവിടെ നോക്ക്, ഹരി സിംഗ് തോട്ട് was successful in robbing Anil, but along with Anil, he robbed himself of his conscience and a golden opportunity of getting literate and educated.
എന്താണ് ഹരിക്ക് തോന്നുന്നുണ്ട്, യെസ് ഹരിക്ക് ആരും എന്തല്ല മുന്നിൽ ഒരു വിഷയമല്ല, അനിൽ എന്നല്ല അനിലിന്റെ മൂത്താപ്പ വന്നാൽ എന്താണ് ഞാൻ മോഷ്ടിക്കും എന്നുള്ളത്. പക്ഷേ ഇവിടെ കാര്യമുണ്ട്, ഹി റൗട്ട് ഹിംസെൽഫ് ഓഫ് ഹിസ് കോൺഷ്യസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് മനസ്സാക്ഷിയും എന്ത് ചെയ്തു, വഞ്ചിച്ചു അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ആരുടെ മനസ്സാക്ഷിയാണ്, അനിലിന്റെ ആണോ അല്ലെങ്കിൽ സ്വന്തമാണോ? ഹരിയുടെ മനസ്സാക്ഷി എന്ത് ചെയ്തു, ഇവിടെ വഞ്ചിക്കുന്നതായിട്ട് ഹരിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ എന്താണ്, അതെന്തുകൊണ്ടാണ് തോന്നിയത്? കാരണം നമ്മുടെ ഹരിക്കറിയാം ഇന്നോളം ആരും അവനെ എന്ത് ചെയ്തിട്ടില്ല, എഡ്യൂക്കേറ്റ് ചെയ്തിട്ടില്ല, അവനെ പഠിപ്പിച്ചിട്ടില്ല, അവനെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ അനിൽ മാത്രമാണ് ഹരിയെ എന്ത് ചെയ്യുന്നത്, ഒരു മനുഷ്യനായിട്ട് അംഗീകരിച്ചത്, ഒരു അനുജനെ പോലെ കണ്ടത്, അവനെ വ്യക്തമായിട്ട് എന്ത് ചെയ്താ പഠിപ്പിച്ചത് അല്ലെ. അവന്റെ പേരെഴുതാനും അവനൊരു എന്താ പറയാ, സമ്മൺ ഹൂം ഐ കെയർ, എനിക്ക് കരുതലുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് അവന് തോന്നിപ്പിച്ചത് അനിലാണ്. അതുകൊണ്ട് തന്നെ അനിലിന് എന്തില്ല, അനിലിന്റെ മുന്നിൽ മാത്രമാണ് ഹരി തോറ്റുപോയത് അല്ലേ. അടുത്ത ചോദ്യം നോക്ക്. വാട്ട് ഡിഡ് അനിൽ ആൻഡ് ഹരി അഗ്രി അപ്പോൺ ടു ബി ദ മോഡ് ഓഫ് പേയ്മെന്റ്? എന്തായിരുന്നു അനിൽ ഹരിക്ക് കൊടുത്തിട്ടുള്ള സാലറി മോഡ് എന്തായിരുന്നു? വാട്ട് വാസ് ദ സാലറി ഗിവൺ ബൈ അനിൽ ടു ഹരി? അനിൽ ഹാഡ് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ് ദാറ്റ് ഹി കനോട്ട് പേ. അനിൽ ആദ്യത്തിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിനക്ക് എന്താ ശമ്പളം തരാനൊന്നും കഴിയില്ല, മണി ആയിട്ടാണ് ഐ കനോട്ട് പേ യു, എനിക്ക് നിനക്ക് പൈസ തരാൻ പറ്റില്ല. ബട്ട് ഹരി ബട്ട് ഹി ക്യാൻ ഫീഡ് ഹിം, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് ഭക്ഷണം ഞാൻ എന്താ, ഐ ക്യാൻ ഓഫർ യു ഫുഡ് ഇഫ് വി നോസ് ഹൗ ടു കുക്ക് ആൻഡ് ബോത്ത് ഓഫ് ദം മ്യൂച്വൽ അഗ്രീഡ്. എന്താ പറയുന്നത്, നിനക്ക് കുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താ, അതിന് നിനക്ക് ഭക്ഷണം കഴിക്കും. അതിനോട് ആരും ഓക്കെയാണ്, ഹരി ഓക്കെയാണ്. അതിനോട് ഹരി ഓക്കെ ആയിട്ടാണ് ഹരി എന്ത് പറയുന്നത്, അവിടെ നിന്നും പോകുന്നത് അല്ലേ. ഡിഡ് ഹരി ലൈക്ക് വർക്കിംഗ് ഫോർ അനിൽ? ഹരിക്ക് എന്താണ് അനിലിന് വേണ്ടി ജോലി ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു എന്നിവിടെ ചോദിക്കുന്നുണ്ട്. ഇഫ് യെസ് ഗിവ് റീസൺസ് ഇൻ യുവർ സപ്പോർട്ട് ഓഫ് യുവർ ആൻസർ. യെസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസറിന് ജസ്റ്റിഫൈ ചെയ്യുന്ന കാരണങ്ങൾ നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, നമുക്കിതിനെ എങ്ങനെ, ഹൗ ക്യാൻ വി ആൻസർ, ഹൗ ക്യാൻ വി ജസ്റ്റിഫൈ അവർ ആൻസർ ഹിയർ? ലെറ്റ്സ് സീ. നോക്കട്ടെ ഇവിടെ. യെസ്, Hari did like carrying out all the chores like making tea, bringing groceries for Anil, as he used to teach him how to write, read and cook and used to treat him respectfully. Actually ഹരിക്ക് എന്താണ്, ഹരിക്ക് ഇഷ്ടമായിരുന്നത് അനിലിന് വേണ്ടി ജോലി ചെയ്യാനും അവിടെ സാധനങ്ങൾ വാങ്ങാനും ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും എല്ലാം എന്താണ് ഹരി love to do അല്ലെ. ഹരി love to work for അനിൽ. അത് മാത്രമല്ല, in return അനിൽ taught him how to write, how to treat others, how to educate. അവരെന്ത് ചെയ്തു, നല്ല രീതിയിൽ അവനെ എഡ്യൂക്കേറ്റ് ചെയ്തെടുത്തു. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, അവന് റെസ്പെക്റ്റ് കൊടുത്തു. ഹരി ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സൺ ആണ്, മറ്റൊരു വ്യക്തിയാണ്, ഹീസ് എ ഹ്യൂമൻ എന്ന ഒരു കൺസേൺ എന്ത് ചെയ്തു, ഹരിക്ക് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരാൾ അംഗീകരിക്കുന്ന സമയത്ത് ഹൗ മച്ച് വി ബിക്കം ഹാപ്പി, നമ്മൾ എത്രത്തോളം ഹാപ്പി ആകും. ദ സെയിം തിങ് ഹാപ്പൻ ദോ. ഹരിക്ക് എന്താണ്, അവൻ എന്ത് ചെയ്യാണ്, ഹരിയെ അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ ഹരി അറിയാതെ എന്ത് ചെയ്യാണ്, അനിലിനോട് ഒത്തിരി സ്നേഹിച്ചും അടുത്തും വരാണ്. അപ്പൊ ഈ സമ്മറിയും ഈ ചോദ്യങ്ങൾ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു പ്ലീസ് ഗോ ത്രൂ all the questions and summary, and the Thief story is one of the most important chapters of your first term exam. I hope it is clear to you. More questions that we can discuss in our next video, in our coming video. So don't miss your coming videos. Thank you so much. It's me, Anvara from Sarum Learning.